ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോ സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്നൊരു ബ്രൈഡ് അല്ല, ഫ്രോഗ് അല്ല, നമ്മുടെ ഒരു റോഡാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു അൾട്രാലൈറ്റ് ബേറ്റ് കാസ്റ്റിംഗ് റോഡ്, ചൈനീസ് റോഡാണ്. ഒരു 1000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു ചൈനീസ് റോഡ്. ഓൾറെഡി നമ്മൾ ഇത് വെച്ച് കുറച്ച് മീൻ പിടിച്ചിട്ടാണ് ഈ റോഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കണ്ടോ, ലൈറ്റ് വെയിറ്റ് ഇല്ല, വെയിറ്റ് എന്ന് പറയാൻ നമുക്ക് ഇതിനകത്തില്ല. ഇതിനകത്ത് വലിയ വലിയ ഫ്രോഗുകൾ നമുക്ക് കാസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ ഫ്രോഗുകൾ ഇപ്പോൾ ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഇത് 6 ഫീറ്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, അത് നമ്മുടെ കാസ്റ്റിങ്ങിന് വേണ്ടി. ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മീനെ ഒക്കെ പിടിച്ച് നമ്മൾ കഴിഞ്ഞു. കണ്ടോ, അപ്പം ഇത് വെച്ചുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് കിടക്കാം. അപ്പം നമ്മളിത് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രോഗ് ഞാൻ ഒന്ന് മാറ്റുവാണ്. നമ്മുടെ കൊമേഡോയുടെ ഒരു മഞ്ഞ കളറാണ് ഇടുന്നത്. അതും നമ്മുടെ ഈ ചൈനീസ് റോഡിൽ. ഹെവി ഒരുപാട് ലോങ്ങൊന്നും എനിക്ക് റോഡിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ടെൻഷൻ നോബും എല്ലാം പോയി കിടക്കുന്നുണ്ട്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റത്തില്ല അതിനകത്ത്. അപ്പം നമുക്കെന്തായാലും നോക്കാം. അവിടെ കിടക്കട്ടെ. ഞാൻ ഓൾറെഡി ഒരു തവണ അടിച്ച് നോക്കി, വലിയ ലോങ് കിട്ടുന്നില്ല എനിക്ക് റോഡിൽ. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്കെന്തായാലും ഇത് വെച്ച് എത്രത്തോളം മീൻ പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും കേട്ടോ, ഇച്ചിരി ശോകമാണ്. ഇതിനകത്ത് ഒരു മീനിലും പിടിക്കാൻ വിചാരിക്കുമ്പോൾ നടക്കുന്നില്ലല്ലോ. ഇതിന് മീൻ കയറുമെന്ന് ആദ്യം നോക്കട്ടെ. ഇത് കണ്ടോ, ഒട്ടും വെയിറ്റ് ഇല്ലെന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ല. മീനോട് അടിക്കുമ്പോൾ അവസ്ഥ നമുക്കറിയത്തില്ല. അപ്പം നമ്മളിത് നമ്മുടെ റോഡ്, ലൈറ്റ് വെയിറ്റ് റോഡും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഷോൺ കണ്ടോ, ചെറുതടിച്ചപ്പോൾ തന്നെ നിൽക്കുന്നത് കണ്ടോ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. നമ്മളിതിനെ വിടാനാണ് കേട്ടോ, വിടാനാണ്. കുഞ്ഞ് വരാതെ. ഫോൾ ഹുക്കാണോ? ഈ ഫോൾ ഹുക്കൊന്നുമല്ല. ഫസ്റ്റ് വരാം രാവിലത്തെ. വേറെ നമുക്കിത് പോയില്ല, ഇറങ്ങിയില്ലേ? ഇറങ്ങിപ്പോയി. ഓക്കെ, ബൈ. എൻ്റെ മോനെ റോഡിൽ നിൽക്കുന്നുണ്ടോ, ചെറുതടിച്ചപ്പോഴത്തേക്ക്. കാക്കിലുണ്ട് കേട്ടോ. വിയറ്റ്നാം. ഇത് നമ്മുടെ കൊമേഡോയിലെ ഇന്നത്തെ 2ാമത്തെ വരാല്. നമ്മുടെ അടക്കട്ടെ, ചൈനീസ് റോഡിൽ വിടുവോ കേട്ടോ, എടുക്കുന്നില്ല, ഇച്ചിരിയേ ഉള്ളൂ. വിട്ടുപോ, പറന്നു പോ. ഫ്രോഗ് ആശാണ് അടിച്ചത്, ഇപ്പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. കൊമേഡോ നമ്മുടെ റോഡ്. നമ്മളിത് അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം, കുറച്ച് ദിവസമല്ല, 1-2 ദിവസത്തിന് ശേഷം നമ്മുടെ അൾട്രാലൈറ്റ്, നമ്മുടെ വെയിറ്റ് കാസ്റ്റിംഗ് ഇല്ലേ, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കാരണം 1-2 ദിവസം സ്ഥലത്തില്ലായിരുന്നു, കുറേ പരിപാടിയായിരുന്നു. അതുപോലെ മഴയൊക്കെയാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ബ്രൈഡൊക്കെ ഒന്ന് മാറ്റി. നമ്മുടെ ഒരു ജോഷ്വ എന്ന് പറഞ്ഞൊരു ബ്രൈഡ് ഇരിപ്പുണ്ടായിരുന്നു, അത് തൽക്കാലം കയറ്റി. വെള്ളമൊക്കെ ഒരല്പം കൂടിയിട്ടുണ്ട്. ഇനി അടിക്കുമോ എന്നുള്ളതാണ് സംശയം നമുക്ക്.
അറിയത്തെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മുടെ ചൈനീസ് റോഡിൽ നമ്മുടെ അടുത്ത ദിവസത്തെ വരാൽ കാണിക്കാം. ഒരു 1/4 കിലോമീറ്ററുണ്ട്, 350 ഗ്രാമെങ്കിലും കാണും. കുഴപ്പമില്ല, വളരെ നൈസായിട്ടാണ് വലിച്ച് കയറ്റി. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വലുതൊക്കെ ഇനി അടിക്കുമോ നോക്കാം. കാരണം വലുതൊന്നും അടിക്കുന്നില്ല, കാരണം വെള്ളമൊക്കെ കൂടിക്കിടക്കുന്നുണ്ട്. വളരെ ശോകമാണ് അടി. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് മാറ്റാം. നമ്മുടെ കൊമേറ്റോടെ ചൊറിയുമ്പോഴുകളാണ് അടിച്ചേക്കുന്നത്. കണ്ടോ, വായിരിക്കുന്നുണ്ടോ? ഇവൻ ചാകാതിരിക്കണമെങ്കിലുണ്ടല്ലോ നമ്മളിത് ഇവിടെ കാണാം കെട്ടിയിട്ട്, ഒരു മീനൊക്കെ ഇത് താഴെ കൂടെ കൂടി പോകുന്നുണ്ട്. കെട്ടിയിട്ടേ രക്ഷയുള്ളൂ മച്ചാന്മാരെ, ഇല്ലെങ്കിൽ അവന്മാർ ചാവും. ഇവിടെ വേണ്ട, ഇവിടെ ഒരു കംഫർട്ടല്ല, അത്ര നീളമില്ല പറഞ്ഞു. അവിടെ കിടന്നോട്ടെ. അവിടെ പോകാൻ നമ്മുടെ ഫ്രോഗ് കാണിക്കാം. കാരണം വിയറ്റ്നാം വരാൽ നമ്മൾ ബാഗിലിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ കുളത്തിലോട്ടൊക്കെ ഇടുമ്പം ഇവൻ ചിലപ്പം ചത്തുപോകും, പെട്ടെന്ന് ചാകും. അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. വിയറ്റ്നാം വരാലേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ നാടനൊക്കെ കിട്ടുവാണെങ്കിലുണ്ടല്ലോ ഒരു ഇഷ്യൂ ഇല്ല, അമ്മാരും കിടന്നോളൂ. ഷോ കൈസ് വലിച്ചു. മീൻ കിടക്കുന്നതുണ്ടോ? ആ നെറ്റേ കുടുങ്ങി. കണ്ടോ, നെറ്റേ മീൻ കിടപ്പണത്. പണിവാളി മീൻ കിടക്കും. എൻ്റെ പൊന്നോ വിഷയം അതേ കുരുങ്ങി. ഞാൻ വിചാരിച്ച് റോഡ് പൊടിങ്ങിയ മീനും പോയി ബ്രൈഡും പൊട്ടു വന്നു. എന്തോ വായത്തിന് കിട്ടി കേട്ടോ. നിങ്ങൾ ഈ റോഡ് വളഞ്ഞത് നിന്ന് കണ്ടതല്ലേ, നല്ലപോലെ വളഞ്ഞു കേട്ടോ. ഞാൻ വെച്ച് ഓടിയും സത്യം പറയാം, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഗൈഡിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഡാമേജ് ഒന്നും ഉണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് മീൻ കണ്ടല്ലോ, നമുക്ക് കുറച്ചും പോയിട്ട് സെയിം സൈസ് തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ കാര്യം ഇവിടെ ഇത്രയും ഭയങ്കര റിസ്ക്കാണ് മീനെ കയറ്റുക എന്ന് പറയുന്നത്. ആ റിസ്കിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കൊമേറ്റോ നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ. നമ്മുടെ മീൻ അത്ര തന്നെ ഉണ്ട് കേട്ടോ. വിയറ്റ്നാം വരാലല്ല, നാടനൊന്നുമല്ല, ഫുള്ള് വിയറ്റ്നാമാണ്. നാടൻ ഇടയ്ക്ക് എങ്ങനെ കിട്ടിയാൽ കിട്ടി, ലോട്ടറി അടിച്ച പോലെ കിട്ടിയാൽ കിട്ടി. നമ്മളത് അവനെ കൊല്ലി നിക്ഷേപിച്ചിട്ടുണ്ട്. ഈശോ, എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ച് ഒടിവെന്നെല്ലാം പറഞ്ഞു. അയ്യോ, ടെൻഷനും കടിച്ചു. അത് ഞാൻ ഇവിടെ ഭയങ്കര പാടടിക്കാൻ. നമുക്ക് അവിടെ തന്നെ അടിച്ച് നോക്കാം, അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് നോക്കാം.
അടിച്ചടിച്ചു, അടിച്ചു. ഞൊട്ടയാണ് തോന്നുന്നു. ആ ഞൊട്ടാണ്. കുഴപ്പമില്ല, എടുക്കാം. ഞാൻ ഇവനെ കുളത്തിൽ കൊണ്ടിടാനാട്ടോ. ഇതെല്ലാം എടുക്കുക. അത് കിടക്കട്ടെ, ആവശ്യക്കാർക്ക് കൊടുക്കാമല്ലോ. വെറുതെ എന്തിനാ കളയുന്നത്? ഇതൊക്കെ ഇനി നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ റോഡിലെ 2ാമത്തെ ദിവസത്തെ 3ാമത്തെ മീൻ. റോഡ് സേഫായിട്ട് വെക്കുക. മാക്സിമം നമ്മൾ ഹുക്ക് റിമൂവറൊക്കെ വെച്ച് മാത്രം മീനെ എടുക്കാൻ ശ്രമിക്കുക. കാരണം അതാണ് ഏറ്റവും നല്ലത്. വെറുതെ എന്തിനാ കൈക്കകത്ത് കൊണ്ട് കയറ്റുന്നത്? ഇത് ഹുക്ക് റിമൂവർ നമ്മൾ കയ്യിലെടുത്ത് വെച്ചെന്ന് വെച്ചാൽ നഷ്ടമൊന്നും വരത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ 3ാമത്തെ വരാൽ കൊല്ലിയിലോട്ട് മാറ്റാം. ഓക്കെ, ഫൈൻ. നമ്മുടെ വീണ്ടും കൊമേഡോ ചൊറിയൻ പുഴു കൊമേഡോ അതാ ഞാൻ എൻ്റെ പേരിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷിങ് നമ്മൾ നിർത്തി. അപ്പോൾ നമുക്ക് ഇന്ന് 3 വരാൽ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് നമ്മുടെ വെയ്റ്റ് കാസ്റ്റിങ്ങിൽ റോഡേ നമുക്ക് മീൻ കിട്ടിയിരുന്നു. വെയിറ്റ് ഇല്ല കേട്ടോ, ഈ റോഡ് വെയിറ്റ് ഇല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ തുമ്പൊക്കെ കണ്ടോ? ചുമ്മാ മീൻസ് വേറെ ഫീലാണ്. ചെറിയ വരാലൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നതിനകത്ത്. അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് മുമ്പേ ഉടക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു വലിച്ചപ്പോൾ സത്യം പറഞ്ഞത് ഒടിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷനേക്കാളും പെർഫോമൻസ് അവൻ കാഴ്ച വെച്ചു കേട്ടോ. കൊള്ളാൻ നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അപ്പോൾ ഇത് വെച്ചുള്ള ഫിഷിങ് നമ്മൾ നിർത്തുന്നില്ല. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത് വെച്ച് നമുക്കൊരു വലിയ മീനെ കൂടെ നമുക്കൊന്ന് അടിച്ച് നോക്കണം. വലിയ മീനൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല, പോയി നോക്കണം. കാരണം എല്ലാ ഏരിയയും ശോകമാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം കുറച്ച് ദിവസം കൂടെ നമ്മളിവനെ എടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം വലുതുകൂടെ നമുക്ക് അടിച്ച് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്, ഓടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് നല്ലൊരു ഫിഷിങ് കൂടി കാണാൻ വരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സരമാർക്കും ടാറ്റാ.